ബ്രാവോ ഓ പറടാ. ലൈവ് കൗണ്ട് ലൈവ് ഇട്ടെ നിന്റെ ലൈവ് സബ് കൗണ്ട് ലൈവ് ഇട് സബ് കൗണ്ട് യൂട്യൂബിലെയോ? ആ ഇട് 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 ഇട്. പെട്ടെന്ന് ഇട്. എനിക്ക് ചാനൽ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇതില്ല റോളില്ല റോൾ ഇട്ട് കൊടുത്തടാ. ഞാൻ ഇട്ട് കൊടുക്കാം. എവിടാ നോക്കുന്നേ? ഇതിൽ ഏതായിരുന്നു റോള്? ലൈവ് കൊടുത്തു. എനിക്ക് ഈ ഡിസ്കോഡ് എന്താ ഇങ്ങനെ ലാഗ് ആണ്? ഇത് കണ്ടോ ഗൈസ്? എങ്ങനെ ഇട് ഇട്. ദയവാക്കുന്നേ? സ്ക്രീൻ ഷെയർ ചെയ്താ മതി. ആണോ? ഇല്ല എനിക്ക് കാണുന്നില്ല. ഒന്നല്ലേ? ഇതല്ലേ? ഇല്ല എനിക്ക് ഡിസ്കോഡേ ലോഡ് ആവുന്നില്ല. വെയിറ്റ് എന്റെ വന്നു. ഇത് എന്താ എന്റെ ഡിസ്കോഡ് ഇങ്ങനെ ഗൈസ്? എന്റെ ഈ അതെ. അനലിറ്റിക്സ് എടുത്താണ് അതില്. സി ലൈവ് കൗണ്ട് ഇപ്പൊ താഴെ സി ലൈവ് കൗണ്ട് മണ്ടല് ലൈവ് കൗണ്ട്. ആ ഗൈസ് ഇനി തുടങ്ങി. ലെറ്റ്സ് ഗോ 100K. ലെറ്റ്സ് ഗോ. അപ്പൊ തുടങ്ങി. എല്ലാരും സബ് ചെയ്തോ. ക്യാച്ചി സബ് ക്യാച്ചി കുഞ്ഞളി കൂടുതലല്ലോ. ആ കൂടി അനങ്ങി 578 ഗൈസ്. ഇനി എത്രയാണ്? 420 കൂടെ. 646 700 അത് പെട്ടെന്ന് പോയത്. 800 100. Congrats, bravo. Congrats. Thank you. ഇന്ന് ഇവിടെ പഴയതൊക്കെ ഇവിടെ നിന്ന് അങ്ങ് തീർന്നു നടക്കട്ടെ. അത്രേ ഉള്ളു. ഫേസ് ക്യാം വേണമായിരുന്നു ബ്രാവോടെ. ആ വന്നിപ്പോ ലൈവിനോ. ഇത് എനിക്കെന്താ കാണിക്കുന്നത്? ഞാൻ ഇത് ഞെക്കിയാ മതിയല്ലേ? ഓക്കെ. അപ്പൊ ബ്രാവോ, കൺഗ്രാറ്റുലേഷൻസ് ബ്രാവോ. 100K. താങ്ക് യു. എത്ര കൊല്ലല്ലേ? 4 എത്ര വർഷമായി? നീ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നത് എത്ര വർഷം മുമ്പായിരുന്നു? ഞാൻ അവസാനമായിട്ട് നിന്റെ വീട്ടിൽ വന്നത് എനിക്ക് ന്യൂ ഇയറിനല്ലേ നമ്മള് ലാസ്റ്റ്? അതെ പാച്ചിയും നീയും അപ്പാച്ചിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടല്ലേ നീ ചാനൽ തുടങ്ങണേ? അത് കഴിഞ്ഞിട്ടാ ചാനൽ തുടങ്ങണേ. അയ്യോ 4 വർഷമായി. 4 വർഷമാണ്. 4 വർഷമായി. 5 വർഷം എന്താ 5 വർഷം? ഇല്ലല്ല, ടി വി ഒക്കെ തുടങ്ങുന്നതിനൊക്കെ ഒരു 5 വർഷമായി. 5 വർഷത്തിന് മുകളിലായി. ഓർമ്മയില്ലടാ. അതാ സത്യം. എനിക്ക് തോന്നുന്നു ആർപിയുടെ തുടക്കകാലത്ത് ഞാൻ പെട്ടെന്ന് 50K അടിച്ചായിരുന്നു. പിന്നെ പല പ്ലാറ്റ്ഫോമിലായിട്ടല്ലേ സ്ട്രീം ചെയ്തത്. അതെ പലയിടത്തും. സത്യം. അതാണ് മെയിൻ ആയിട്ട് സബ് കുറഞ്ഞ എല്ലാവരുടെയും സബ് കുറയാനുള്ള കാരണം. സത്യമായതല്ലേ? അതെ എന്തോ പോലെ. എനിക്ക് ഒരു പ്രശ്നം, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. അത് എനിക്കത് നല്ലതാണോ ചീത്താണെന്ന് അറിയത്തില്ല. ഒരു സെക്കൻഡ്. അയ്യോ സീനൊന്നുമില്ല പ്രാവാത്. ലൈക്ക് അത് താങ്ക്സ് എന്നല്ല, അത് ലൈക്ക് നമ്മൾ പബ്ലിക്കായിട്ട് ഉണ്ടാക്കിയത് ഒരു അടി വഴക്കില്ല. അത് നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ തീർക്കാം. അത് തന്നെയാണ് നല്ലത്. അത് കുറെ ബാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടും ഒക്കെ എന്താ പറയാ സംസാരിക്കുകയും ഇതാക്കേണ്ടൊക്കെ വന്നു.
അതുകൊണ്ട് എനിക്കും അത് അങ്ങനത്തെ ഒരു ഇതിൽ എൻ്റെ പാക്കണമായിരുന്നു പ്രാവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് മെയിനായിട്ട് അതാണ്. ഇത് നമുക്കെല്ലാം ഈ ഒരു വർഷം ഇങ്ങനത്തെ ഇതെടുക്കണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ആയി അത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനും ആകെ എനിക്കും ഭയങ്കര ഫീൽ ബാഡായി. അത് പറയാതിരിക്കാൻ വയ്യ. അതൊന്നും സാരല്ലടാ, മനുഷ്യരല്ലേ, എല്ലാവർക്കും പറ്റും തെറ്റൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പറ്റിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിനക്കത് വിഷമമൊന്നും ഉണ്ടായെങ്കിൽ സോറി കേട്ടോ. ഇല്ല, നീ സോറി ഒന്നും പറയണ്ട. അത് ഞാനും എൻ്റെ സൈഡിൽ നിന്നും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ലൈവിലിരുന്നാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും എന്തൊക്കെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ല സ്റ്റാർട്ടായിട്ട് പഴയ കാലം നമുക്ക് തിരിച്ചു പിടിക്കാം. സ്റ്റിൽ വി ഹാവ് ടൈം. അന്ന് എവിടെ നിർത്തിയെടുത്തു തന്നെ തുടങ്ങാം നമുക്ക്. ഓ, അന്ന് നീ വിളിച്ച് പറഞ്ഞെടുത്തു തുടങ്ങാതല്ലേ. സത്യം. അയ്യോ, നമ്മൾ അവസാനം ആടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു RP പ്ലാൻ ചെയ്ത് ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ട്. അതിനുശേഷം എല്ലാരും പിന്നെ അടി ഇടി എന്തൊക്കെയാ. അതെ, സത്യം. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് താങ്ക് യു.